സാരില്ല പോരെ. ഓക്കേ. എന്തോരം ഫുഡാ ഇത്. അതെ ജാസ്മിൻ, അതും വായിൽ കൊതിപ്പിക്കുന്ന ഓരോ ഫുഡ്. ബട്ട് ഇതൊക്കെ വേസ്റ്റ് അവൾ ഉണ്ടാക്കിയത്. കാരണം ഇത് നമ്മുടെ ടേബിളിൽ വെക്കും. സോ നമുക്ക് തന്നെ ഫസ്റ്റ്. അതെ ജാസ്മിൻ, നമ്മളിത് എടുത്ത നന്നായി. അല്ലെങ്കിൽ ഇവൾ ഫസ്റ്റ് കൊണ്ടുപോയനെ. നല്ല ഫുഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇത് കഴിക്കാൻ തോന്നുക. എനിക്കും. ബട്ട് ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേര് കാച്ചാന്നേ. അയ്യോ, അച്ചാർ കണ്ടിട്ട് കഴിക്കാൻ തോന്നുക. നമുക്ക് കുറച്ച് കഴിച്ചു നോക്കിയാലോ? വേണ്ട വേണ്ട, അത് കഴിച്ചാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. മുഴുവൻ കാലാക്കിട്ട് നമ്മൾ അടങ്ങും. എന്തായാലും ഇത് എന്തെങ്കിലും വെച്ചിട്ട് മൂടിക്കാം, ആരും കാണരുത്. ശരി ജാസ്മിൻ. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോർ പൂട്ടിയിട്ട് വേണം പോവാനായിട്ട്. ആരും ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. ആര് കടന്നാലും സാറ കടക്കാൻ പാടില്ല. ഓക്കെ ജാസ്മിൻ, ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യണം. ഇതൊരു തുടക്കം മാത്രമാണ്. ശരി. എന്താ സാറാ? സാറാ നമ്മളിതിൽ തോൽക്കും എബി. എന്താ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ? നമ്മൾ തോൽക്കും ഉറപ്പാ. വെറുതെ ഓരോന്ന് പറയല്ലേ, കാരണം പറ. ആശിച്ച് കൊണ്ടുവന്ന ഫുഡെല്ലാം ജാസ്മിനും ടിന്റും എടുത്തു. ഇനി നമുക്കത് കിട്ടാൻ പോകുന്നില്ല. അയ്യോ, അത് നീ എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞേ? വെറുതെ പറയുന്നതാവൂ. അർജുന വഴക്കിടാൻ വന്നില്ലായിരുന്നു. ആ സമയത്ത് ജാസ്മിൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആശിച്ചിയുടെ കയ്യിൽ നിന്ന് എടുത്ത്. അതിനെന്താ കരയുന്നേ? നീ പേടിക്കൊന്നും വേണ്ട, നമ്മളിതിൽ ഉറപ്പായിട്ടും ജയിക്കും. ഞാനിതെന്റെ മമ്മിയോട് പറഞ്ഞു നോക്കട്ടെ. ഞാനും നിന്റെ ടീമിലുണ്ടെന്ന് മമ്മിക്ക് അറിയാലോ. മമ്മി അപ്പോ ഒന്നും ചോദിക്കൂല, ഇടപെടൂല. അങ്ങനെയൊന്നുമില്ല, മമ്മി എന്തായാലും ഇടപെടും. നീ പേടിക്കണ്ട, ഞാൻ ചോദിച്ചിട്ടിപ്പോ വരാം. ശരി. വെൽക്കം. When to start the program? 2 hours only. We were very excited, ma'am. Thank you. I really wanted to eat the Kerala food. Oh, sure. മമ്മി, ആരാ ഇത്? നീ പതിരി ഇങ്ങോട്ട് വന്നത്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നോ? അതൊക്കെ പിന്നെ പറയാം. Who is this? മമ്മി, ആരിതൊക്കെ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ? ഞങ്ങള് ഫുഡ് ജാസ്മിൻ എടുത്തു. അതെന്തായാലും മമ്മി ചോദിക്കണം. ചോദിച്ചാ കിട്ടൂ. നിങ്ങളെ ഫുഡ് എങ്ങനെ അവളെടുക്ക? നിങ്ങളെ ഫുഡ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളല്ലേ? ശരിയാണ്, ബട്ട് ജാസ്മിൻ അത് എടുത്തു. പ്ലീസ്, കള്ളത്തരം കളിക്കാൻ ആർക്കും പറ്റും. മമ്മി ഒന്ന് ചോദിച്ചാ മതി, കിട്ടും. ഞാനിപ്പോ എന്തെന്ന് ചോദിക്കാനാ? ഞാൻ പറഞ്ഞു വെച്ചിട്ട് ജാസ്മിൻ തരാൻ പോകുന്നില്ല. മമ്മി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. What happened, ma'am? Any problem? No. Okay. ഇവിടെ കിടന്ന് സംസാരിക്കണ്ട, നമുക്ക് കുറച്ച് പുറത്ത് പോയിട്ട് സംസാരിക്കാം. എന്തോന്ന് മമ്മി, എനിക്ക് ഇത് തന്നെ പറയാനുള്ളത്. പ്ലീസ് ഒന്ന് പോയി ചോദിച്ചാ മതി. ഞാനിപ്പോ ബിസിയാടാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. മമ്മി പ്ലീസ്. ശരി, ഞാൻ ചോദിച്ചു നോക്കാം. താങ്ക്സ്. ഓക്കെ. I will come later. Okay. നമ്മളെന്തായാലും ജയിക്കും. അതെ, ഞാനില്ലേ നമ്മുടെ ഗ്രൗണ്ടിൽ പോയി നോക്കിയപ്പോണ്ടല്ലോ, സാറ നന്നായിട്ട് കരയുന്നുണ്ട്. ആണോ? ഓ മൈ ഗോഡ്, ഈ അവസരത്തിന് വേണ്ടിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് സാധ്യമായത്. അയ്യോ, പ്രിൻസ് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. എവിടെ? ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. ഇനി എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? സാറെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് കളത്തിനും കാട്ടിന്ന് പറയാൻ പറ്റില്ല. കാരണം സാറിന്റെ ടീമിൽ എബിനുണ്ട്. അപ്പോ ആ പരിപ്പ് വേവൂല. പിന്നെ ഏത് പരിപ്പ വേവാ? നമ്മളോട് എത്ര ചോദിച്ചാലും നമ്മൾ ഇല്ല എന്നേ പറയാൻ പാടുള്ളൂ. മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ചോദിച്ചാല് അപ്പോഴും ഇല്ല എന്ന് പറയണോ? നന്നായിട്ട് നിനക്ക് കിട്ടോ. എന്താ മിസ്സേ, ഒരു ചിരിയൊക്കെ? അത് പിന്നെ നമ്മുടെ മത്സരം തുടങ്ങാൻ ഇനി 1 മണിക്കൂറും കൂടിയേ ഉള്ളൂ. എന്റെ പൊന്നെ മിസ്സേ, ഞങ്ങൾക്ക് സമയമൊക്കെ അറിയാം. അല്ലല്ല, നിങ്ങളെടുത്ത് വല്ല ഫുഡ് വല്ലതും ഉണ്ടോ എക്സ്ട്രാ ആയിട്ട്? ഞങ്ങൾ എടുത്തില്ല. അതല്ല, നിങ്ങൾ സാറയുടെ വല്ല ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അങ്ങനെ വല്ലവന്റെ ഫുഡിൽ ജയിക്കേണ്ട ഞങ്ങൾക്ക്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ അവരെ ഫുഡ് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടീം തോൽപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക. നേർക്ക് നേരെ നിന്നിട്ട് മാത്രമേ ഞങ്ങൾ ഒരാൾ തോൽപ്പിക്കൂ. വളഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ ആരും തോൽപ്പിക്കാറില്ല. എന്നെ വളരെ ദേഷ്യം പിടിപ്പിക്കരുത്. ആ ഫുഡ് നിങ്ങളെ പക്കലുണ്ട്, മര്യാദയ്ക്ക് അത് കൊടുക്കാൻ നോക്കൂ. ഞങ്ങളടുത്ത് ഇല്ലാന്ന് പറഞ്ഞില്ലേ, ഇനി വീണ്ടും വീണ്ടും എന്തിനാ ചോദിക്കുന്നേ? ഇതെന്തോന്ന്, പോലീസ് സ്റ്റേഷനോ? എബിന്റെ ടീം ജയിക്കാൻ വേണ്ടിട്ട് അടുത്ത തന്ത്രമായിട്ട് വന്നിരിക്കുക. ടീമിന് അങ്ങനെ മകൻ അമ്മ ബന്ധമൊന്നും ഇല്ല. പിന്നെന്തിനാ ആ വക്കാലത്തായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന?
നിങ്ങൾ എന്ത് പരിപാടി നടത്താണെങ്കിലും കോളാക്കിട്ട് അടങ്ങൂ. മര്യാദയ്ക്ക് ആ ഫുഡ് കൊടുക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ നന്നായിട്ട് അറിയോ. വലിയ ശല്യായല്ലോ. ഞങ്ങൾ പറഞ്ഞില്ലേ മാം, ഞങ്ങൾ എടുത്തില്ലാന്ന്. ഇല്ല ഇല്ല ഇല്ല. ആ എബിനിപ്പോ സാർ പറഞ്ഞത് ഓരോന്ന് കേട്ടിട്ട് വഷളായിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂടെ പ്രിൻസിയും കൂടി വഷളാവരുത്. സാറാരെ ശരിക്കും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവളാണ് വളഞ്ഞ രീതിയിൽ ആക്രമിക്കുന്നത്. എനിക്കിതൊന്നും കേക്കണ്ട. ആ മര്യാദയ്ക്ക് ആ ഫുഡ് തരുന്നതാവും നല്ലത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞങ്ങൾ ഫുഡ് എടുക്കുന്നത്? ഞാൻ കണ്ടില്ല. പ്രിൻസി മാത്രമല്ല, ഇവിടെ ആരും കണ്ടിട്ടില്ല. അതിന് ഞങ്ങൾ ഫുഡ് എടുത്താലല്ലേ കാണൂ. വെറുതെ ചൊറിയാൻ വരല്ല പ്രിൻസി, പ്ലീസ്. ഇനി ആകെ 1 മണിക്കൂറും കൂടെ ഉള്ളൂ. സോ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. ഈ എബിന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കി വന്നോളൂ, മനുഷ്യനെ നാണം കെട്ടാനായിട്ട്. ഇവളടുത്തൊന്നും ഫുഡില്ല. ബാഗൊക്കെ തിരിയല്ലേ, ബിസ് പോയാൽ മാത്രം തിരിച്ചാ മതി. സ്റ്റാൻഡേർഡ് വിടാതെ മുന്നോട്ട് നടന്നോ. ഓക്കെ. എന്തായി? മമ്മി ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ താങ്ക് യു. ഇനി പേടിക്കണ്ട, ആ ഫുഡൊക്കെ ഇപ്പൊ കിട്ടും. ഇപ്പോഴാ സമാധാനായേ. ഞാൻ പറഞ്ഞില്ലേ നമ്മളിതിൽ ജയിക്കുന്ന. താങ്ക്സ് എബിൻ. ഈ സാർ എപ്പോഴും എന്റെ എബിന്റെ കൂടെയാണല്ലോ. വല്ലത് ശല്യം തന്നെ. ദേ എന്തായി മമ്മി? ദേ എന്നെ വെറുതെ പൊട്ടം കളിപ്പിക്കരുത് കേട്ടോ. അതെന്താ? ജാസ്മിന്റെ അടുത്ത് ഒരു ഫുഡും ഇല്ല. നിങ്ങൾ അവള് ഫുഡ് എടുത്തു പറഞ്ഞല്ലോ, അവളെ പക്കല് ഫുഡില്ല. വെറുതെ ഓരോന്ന് കള്ളം പറഞ്ഞു വന്നോളൂ. ബിൻ നീ ചീത്തായിക്കൊണ്ടിരിക്ക ഈ സാറ കാരണം. സാറ പറയുന്നത് ഓരോന്ന് കേട്ട് വന്നോളൂ അവൻ. മാം ഞാൻ ശരിക്കും മിണ്ടരുത്. ശരിക്കും അവൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആരെങ്കിലും കണ്ടോ അവൾ എടുക്കുന്നത്? ബട്ട് അവൾ എടുത്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. കാരണം എന്തോന്ന് കാരണം ഒന്ന് മിണ്ടാതിരിക്കൊച്ചേ. ഇനി വെറും 1 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളില് മര്യാദയ്ക്ക് എന്താ ചോദിച്ചാ ചെയ്തോളൂ. എന്തായാലും എബിൻ നിനക്ക് നാണമുണ്ടോ ഇവിടെ ടീമിനൊക്കെ ജോയിൻ ചെയ്യാനായിട്ട്? വെറും കള്ളത്തരത്തിൽ കൂടി മാത്രം ജയിക്കുന്ന ടീമാണ് സാറയുടെ ടീം. എന്നാര് പറഞ്ഞു? ദേ ഇപ്പൊ കണ്ടില്ലേ മാം, ഞാൻ ആ കാല് വേണമെങ്കിൽ പിടിക്കാം. പ്ലീസ് എങ്ങനെങ്കിലും ജാസ്മിനോട് ചോദിച്ചിട്ട് ആ ഫുഡ് ഞങ്ങൾക്ക് തരണം. ജാസ്മിൻ അത് എടുത്തത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആശ ചേച്ചി പറഞ്ഞതാ സ്കൂൾക്ക് ഫുഡ് എത്തുന്ന സമയത്ത് അത് ജാസ്മിന് നേരത്തെ വാങ്ങി വെച്ചു. സത്യമായിട്ടും മാം, ഞാൻ സത്യവാ പറയുന്നേ. അവള് കള്ളം പറഞ്ഞതാവും എടുത്തിട്ടില്ലാന്ന്. പ്ലീസ് മാം. മമ്മി ഞാൻ ഈ മത്സരത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ ഫുഡ് കിട്ടിയേ പറ്റൂ. ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജാസ്മിനോട് ചോദിക്കണം. ജാസ്മിന്റെ പക്കല്ല എന്തായാലും ഫുഡ് ഉണ്ട്. ഓവർ നാടകം കളിക്കരുത് എബിനെ. നീ അവളോടൊപ്പം ചേർന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓരോ കള്ളത്തരം കേട്ടിട്ട് ഞാൻ അവളായിട്ട് ഏറ്റുമുട്ടണം. അതാണ് നിങ്ങളെ പ്ലാന്. ഏതൊരു മമ്മി വിചാരിക്കില്ല എന്താറിയോ, സ്വന്തം മകന് ഗെയിമിൽ ജയിക്കണം തന്നെയാണ്. പക്ഷെ കള്ളത്തരത്തിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ആ വിച്ചിരി പ്രയാസമായിരിക്കും. സാരമില്ല, അത് പിന്നെ ഈ മത്സരത്തിന് വിജയിക്കാനുള്ള വിധി ഉണ്ടാവൂല. അങ്ങനെ വിചാരിക്കുക. ഈ ഒരു മത്സരത്തിന് ജയിക്കാൻ വേണ്ടിട്ട് എത്ര ദിവസം പാഴാക്കിയിട്ടുണ്ട്, എത്ര രാത്രികൾ ഉറക്കൊഴിച്ചിട്ടുണ്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടറിയോ ഞാൻ ആ ചേച്ചിയും കൂടി ഫുഡ് ഉണ്ടാക്കിയത്. എന്നിട്ട് റിസൾട്ടോ അതിങ്ങനെ. ഞാനിപ്പോ എന്താ പറയാ? ഞാൻ എന്ത് പറഞ്ഞാലും സാറയ്ക്ക് അത് ആശ്വാസാകൂല. മത്സരം കഴിഞ്ഞിട്ട് ജാസ്മിൻ എന്നെ കാണട്ടെ, കാണിച്ചു കൊടുക്കണ്ടേ ഞാന്. പാവ സാറ. അയ്യോ ഞാൻ എന്തു പറയും ഈ സമയത്ത്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറ ഒരു ഐഡിയ ഉണ്ട്. എബിനെ നീ ഒന്ന് പോയിക്ക് എവിടെന്ന്. ഇപ്പൊ എന്താ ഐഡിയ? ഒരു ഐഡിയയും ഇപ്പൊ പറ്റൂല. ഇനി ആകെ 1 മണിക്കൂറുണ്ട്. നമ്മൾ ഇതിന് തോറ്റു. തോൽക്കൂല, നീ എണീക്ക്. എന്റെ ഐഡിയ നീ കേട്ട് പറ. പറ. പൊളി. പ്രിൻസിപ്പലിന് ഒന്നും മനസ്സിലായിട്ടില്ല. അതെ നമ്മുടെ അഭിനയം പൊളിയായിരുന്നു. ശരി വാ നമുക്ക് ടേബിളൊക്കെ ഒരുക്കണം. അതെ ഇനി വെറും 1.5 മണിക്കൂർ മാത്രം. 1.5 മണിക്കൂർ മാത്രമേ നമ്മൾ വിൻ ചെയ്യാന്. അതുപോലെ തന്നെ പൊട്ടി 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 കരയാനും. നീ സൂക്ഷിച്ചോ ജാസ്മിൻ ആരാണെന്നുള്ള കാര്യം. ഇനി മേലാൾക്ക് ജാസ്മിനെ ഏറ്റുമുട്ടാന് നിനക്ക് സാധിക്കരുത്. ടിഞ്ചു പെട്ടെന്ന് പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വാ. നമ്മുടെ ടേബിൾ കണ്ടില്ലേ, മനോഹരമായിട്ടുണ്ട്. അതെ ജാസ്മിൻ, സത്യം പറഞ്ഞാൽ നമ്മൾ ആകെ 3 തരത്തിലുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ടേബിളിൽ ഒരുപാട് ഫുഡ് ഉണ്ട്. അധികം എഫേർട്ട് എടുക്കാതെ നമ്മൾ വിൻ ചെയ്യുന്നത്.
എന്ന് വെച്ച സ്മാർട്ട് വർക്ക്. ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടികൾ ചെയ്താല് സെറ്റായി. അതെ ടിജു, ഇനി ഒരു കാരണവശാലും ഈ ടേബിളിന്റെ ചുറ്റിലും ഒരു ഈച്ച കുഞ്ഞിനെ പോലെ വീഴ്ത്തരുത്. കാരണം ഓരോ ഈച്ചയും ആ സാറയുടെ ചിങ്കിടികളായിരിക്കും. സോ ആരും ഇങ്ങോട്ട് കയറ്റരുത്. ഓക്കെ ജാസ്മിൻ, ഞാൻ പോയിട്ട് സാറെ കുറച്ചുകൂടി കരയിപ്പിച്ചിട്ട് വരാം. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മുടെ ഫുഡ് ഓവർ എടുത്തിട്ടുണ്ട്. ശരിയാലേ മമ്മി അല്ലെങ്കിൽ കാണാൻ ഓരോന്ന് ചോദിച്ച് മേടിക്കണം. മമ്മിക്ക് ഇതിനെ പറ്റിയില്ല. നമ്മുടെ ഇവിടെ ഉള്ളത് അവൾ കാണണ്ട. അതെ. അയ്യോ പാവ ആശ ചേച്ചി, എത്രയോരം ഫുഡാ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ശരിയാ. ഇങ്ങനെ ചെയ്യും അതൊക്കെ. അതാ ഞാനും ചിന്തിക്കണേ. എന്തായാലും വേണ്ടില്ല എബിൻ, ഞാനത് ചെയ്തിരിക്കും. എങ്ങനെങ്കിലും ആ പ്ലാൻ വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ വർക്കൗട്ട് ആക്കണം, ടൈം ഇല്ല. ആ ശരിയാ. അത് ജങ്കു അല്ലേ? ആ അതെ. അവൻ ഇങ്ങോട്ട് വിളിച്ച എന്താ സാറാ? അല്ലെങ്കിൽ സമയമില്ല. അവര് വിളിക്ക. എനിക്കൊരു കീഴിലുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട്. നീ എന്ത് തമാശ പറയുന്ന? അവനെ കൂടെ എന്ത് ചെയ്യാനാ? 1 സെക്കൻഡ്, അവനെ വിളിക്ക. ശരി. ചങ്കു, ചങ്കു എന്താ? ഇങ്ങോട്ട് വാ. എന്താ കുട്ടികളെ, നിങ്ങൾ അവിടെ ഒളിച്ചിരിക്കുന്നേ? എന്താ സാറാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞു തീർക്ക്. അല്ല ജങ്കു, ഈ ജ്യൂസ് ഒക്കെ ആർക്കാ? ഇവിടുത്തെ സ്റ്റാഫിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഗസ്റ്റിനും ജഡ്ജസിനൊക്കെയാണ്. എന്താ നിങ്ങൾക്ക് വേണോ? ഞങ്ങൾക്ക് വേണം, 2 ഗ്ലാസ് വേണം. അയ്യോ, ഇതല്ലെങ്കിൽ തികയോന്ന് അറിയാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ തരാനാ പറ്റില്ല. സോറി. ജങ്കു പറഞ്ഞത് കേട്ടാ മതി. പ്ലീസ് ജങ്കു, ഞങ്ങൾക്ക് തരാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഞങ്ങൾക്കിത് കുടിക്കാനൊന്നല്ല, വേറൊരു കാര്യത്തിനാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഈ ഡ്യൂട്ടി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും. സോറി. അല്ലെങ്കിൽ ഞാൻ വൈകിപ്പോയി. ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അവർക്ക് എനിക്കിത് കൊടുക്കണം. എബിൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യ പ്ലീസ്, എനിക്കിത് വേണം. അയ്യേ, ഞാൻ എന്തോന്ന് പറയാനാ? അവ തരത്തില്ല. പ്ലീസ് ഒന്ന് തരാമോ? എനിക്ക് വേറെ പണിയുണ്ട്. നമുക്ക് വേറെ വഴി നോക്കാം സാറാ, നീ പേടിക്കണ്ട. ഹലോ,